ശ്രീ രാഹുൽ ഗാന്ധി ഒരു പുസ്തകം പൊക്കിപ്പിടിച്ച് നടക്കുന്നത് കാണാം. ആ പുസ്തകത്തിൽ ജനറൽ മനോജ് മുകുന്ദ് നരവണയുടെ 4 Stars ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകമാണെന്നാണ് പറയുന്നത്. പക്ഷെ അതിൻ്റെ കവർ പേജ് മാത്രമേ കാണാൻ പറ്റൂ. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ അതോ അതൊരു ഡയറി, എംപ്റ്റി ഡയറി, അങ്ങനെ ഒരു കവറുണ്ടാക്കി പിടിച്ചിരിക്കുന്നതാണെന്നാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം അത് പബ്ലിഷ് ചെയ്യേണ്ട പെൻഗ്വിൻ ഇന്ത്യ അവർ പറയുന്നത് അത്തരമൊരു പുസ്തകം അവർ പബ്ലിഷ് ചെയ്തിട്ടില്ല എന്നാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു അത് ജനറൽ നരവണെ പറഞ്ഞു അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ ജനറൽ നരവണെ തന്നെ പുറത്തു വന്നു പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ബുക്ക് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ ഏതാണ് ശരി? അപ്പോൾ പെൻഗ്വിനും പറയുന്നു, അതുപോലെ ജനറൽ നരവണയും പറയുന്നു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ ഏത് ബുക്കാണ് രാഹുൽ ഗാന്ധി പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്? അതാണ്, ആ ബുക്ക് ഉപയോഗിച്ചാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാർലമെന്റിനെ സ്തംഭിപ്പിച്ചത്. അപ്പോൾ ഇത് ആമസോണിൽ കിട്ടിയെന്നാണ് ശ്രീ KC വേണുഗോപാൽ പറയുന്നത്. ഞാൻ ആമസോണിൽ നോക്കി, ആമസോണിൽ ഈ ബുക്ക് ലഭ്യമല്ല. ഫ്ലിപ്കാർട്ടിൽ ഈ ബുക്കിൻ്റെ ഇത് ഇട്ടിട്ടുണ്ട്, പക്ഷെ അതിന് വിലയൊന്നും ഇട്ടിട്ടില്ല. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഈ ബുക്ക് വാങ്ങാൻ സാധ്യമല്ല. അപ്പോൾ അങ്ങനെ ഒരു ബുക്ക് അതിലൊന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. മാത്രമല്ല ശ്രീമതി സ്മിത പ്രകാശിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അത് ഡീറ്റെയിൽസ് ആയിട്ട് ജനറൽ നരവണെ പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സംഭവങ്ങൾ എന്നൊക്കെ. അതിലൊന്നും ഗവൺമെൻറ് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയുടെ ആർമിയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിയതായിട്ടോ അതിനൊരു കൂച്ചുവിലം കിട്ടതായിട്ടോ ഒന്നും പറയുന്നില്ല. പിന്നെ ഈ ബുക്കിൽ ഉണ്ട് എന്ന് പറയുന്ന അലിഗേഷൻ ഉചിതമായ നടപടിയെടുക്കൂ എന്നുള്ളതാണ്. അതായത് ഒരു ആർമി കമാൻഡർ, അതായത് അവർക്കൊരു അധികാരം ചോദിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ എടുക്കാവുന്നതാണ്. എങ്കിലും ഇൻ്റർനാഷണൽ റിലേഷൻസും രാജ്യത്തിൻ്റെ സുരക്ഷയും ഒക്കെ ഉൾപ്പെടുന്നതായതുകൊണ്ട് ചോദിച്ച സമയം കൊടുത്തു. ഇത് തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ സമയത്തും കൊടുക്കുന്നത്. നിങ്ങൾക്ക് അനുയോജ്യമായ സമയത്ത് ആ നടപടി എടുക്കുമെന്ന്. അത് നമ്മൾ നോക്കിയാൽ അറിയാം. 1971 ഇന്ദിരാഗാന്ധി പറഞ്ഞു, ഫീൽഡ് മാർഷൽ, അന്ന് ജനറൽ മനക്ഷോ ആണ്, പിന്നീടാണ് ഫീൽഡ് മാർഷൽ ആകുന്നത്, അദ്ദേഹത്തോട് പറഞ്ഞു ഇന്ന സമയത്ത് നമ്മൾ ആക്രമിക്കണം. മനക്ഷോ പറഞ്ഞു ഇത് മഴ പെയ്യുന്ന സമയമാണ്, ഇപ്പോൾ ആക്രമിക്കാൻ പറ്റില്ല, ഞങ്ങൾ റെഡിയല്ല, ഇതല്ല സമയം. എന്നിട്ട് കുറേ മാസങ്ങൾ കഴിഞ്ഞ് ആർമി റെഡി ആയതിനു ശേഷമാണ് ആക്രമണം നടത്തിയത്. അങ്ങനെയാണ് സംഭവങ്ങൾ ഉണ്ടാകുക. അതല്ലാതെ ഇത് ഇപ്പോൾ ഒരു പൊളിറ്റീഷ്യൻ പറയാണ് ഒരു ആർമിയോട് ഇപ്പോൾ ആക്രമണം നടത്തണം എന്ന് പറഞ്ഞാൽ അങ്ങ് പോയി ആക്രമിക്കുകയല്ല. അതിൻ്റെ ലോജിസ്റ്റിക് എല്ലാം നോക്കിയിട്ട് അത് പറ്റാത്ത സമയമാണെങ്കിൽ തിരിച്ചു പറയും ഇപ്പോൾ പോയാൽ അപകടമാണ്, നമ്മൾക്ക് വിജയിക്കാൻ പറ്റില്ല, വലിയ കാഷ്വാലിറ്റി ഉണ്ടാകും, അതൊക്കെ പറയുകയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനോട് ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഉചിതമായ നടപടിയെടുക്കുമെന്ന് ചോദിച്ചാൽ ബാക്കി കാര്യം, സമയം, എപ്പോഴാക്രമിക്കണം, എങ്ങനെ ആക്രമിക്കണം, അതെല്ലാം തീരുമാനിക്കുന്നത് പിന്നീട് സേനാ തലവന്മാരാണ്. അത് നൽകിയെന്ന് തന്നെയാണ് അലജഡ് ബുക്കിൽ പറയുന്നത്. ഇതിപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എങ്ങനെ ഇങ്ങനെയൊരു ബുക്ക് പുറത്തു വന്നു എന്നുള്ളത്. വാസ്തവത്തിൽ ഇങ്ങനെയൊരു ബുക്ക് പുറത്തു വന്നില്ല എന്ന് തന്നെ കരുതണം. അതേപോലെ ഒരു കവറുണ്ടാക്കി ഒരു ഡയറി പോലുള്ള ഒരു സാധനത്തിൽ ഇട്ട് നടക്കുകയാണ് എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. ഇതിൻ്റെ ചുരുക്കത്തിൽ നിന്ന് എവിടെ നിന്നോ ലഭിച്ചതിൽ അതിൽ നിന്നുള്ള ഒരു കാര്യമെടുത്ത് പറഞ്ഞു നടക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അതല്ലെങ്കിൽ ഇനിയും ബുക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് കേസിൻ്റെ സമയത്ത് വ്യക്തമാക്കട്ടെ. പക്ഷേ അതിൻ്റെ പേരിൽ പാർലമെന്റ് സ്തംഭിക്കുക. എത്ര ദിവസമാണ് സ്തംഭിപ്പിച്ചത്? ഇല്ലാത്ത ഒരു കാര്യത്തിൻ്റെ പേരിൽ സ്വന്തം ഗവൺമെൻറ്റുകൾ എത്രയോ സ്ക്വയർ കിലോമീറ്റർ സ്ഥലം ചൈനയ്ക്ക് വിട്ടുകൊടുത്തപ്പോൾ, അതിലൊരു ഗ്രാസ് ഓഫ് ബ്ലേഡ് പോലും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് നടന്നപ്പോൾ, മുതുമുത്തച്ഛൻ അങ്ങനെ നടന്നപ്പോൾ ആ കാര്യമൊന്നും ഓർക്കാതെ ഇപ്പോൾ 1 ഇഞ്ച് സ്ഥലം പോലും പോയിട്ടില്ല എന്ന് നരവണ തന്നെ പറയുന്നുണ്ട് ഇൻ്റർവ്യൂവിൽ. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു എന്താ പറയുന്നത്, വളരെ വൃത്തികെട്ട ഒരു സ്വഭാവമാണ്. ഒന്നും അറിയുകയില്ല, എല്ലാം അറിയാമെന്നുള്ളൊരു ഭാവവും. എന്താണ് നമ്മൾ ഇതിനെപ്പറ്റി പറയുക? അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല നടപടികൾ ആവശ്യമാണ്. ഇങ്ങനെ ഒരാളും വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ ചമച്ച് പാർലമെന്റിനെ സ്തംഭിപ്പിക്കാൻ അത് ആര് തന്നെയായാലും ഇടവരുത്തരുത് എന്നുള്ള ഒരു വിധത്തിലൊരു ശക്തമായ നടപടി. അതും കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട സ്പീക്കർക്കെതിരെ അവിശ്വാസവും ഇതിൻ്റെ പേരിൽ
ഏതായാലും ഇന്ത്യ കണ്ട ഏറ്റവും നല്ല സ്പീക്കർമാരിൽ ഒരാളാണ് ശ്രീ ഓം ബിർള. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഗതി എന്താകുമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അങ്ങനെ ഞങ്ങൾ ചെയ്തു എന്ന് ആശ്വസിക്കാനാണ്. ഈ ബുക്ക് പിടിച്ചു വാങ്ങി അത് നോക്കേണ്ടതാണ്, അതിൻ്റെ ഉള്ളിൽ എന്താണുള്ളത്, പ്രിന്റഡ് ആയിട്ടുള്ള പേജുകളാണോ അതല്ലെങ്കിൽ empty പേജുകളാണോ എന്നുള്ളത്. കാരണം ഭരണഘടന പോലും empty പേജസിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാർ പലരെയും നമ്മൾ കണ്ടതാണ്, ചുവന്ന കവറിട്ട് empty പേജസ് ഉള്ള ബുക്കുകളായിട്ട്. അപ്പം അതുകൊണ്ട് ഇതൊരു കവർ മാത്രമായിരിക്കാനാണ് സാധ്യത. കാരണം പെൻഗ്വിൻ പറഞ്ഞു കഴിഞ്ഞു അവരിത് പ്രസിദ്ധീകരിച്ചിട്ടില്ല, നരവണെ പറഞ്ഞു കഴിഞ്ഞു ഇത് പ്രസിദ്ധീകരിച്ചിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ബുക്ക് കിട്ടുന്നത്? ആമസോണിൽ ബുക്ക് കിട്ടാനില്ല. അപ്പം അതുകൊണ്ട് ഇതെല്ലാം നുണകളാണ്. ഈ നുണക്കൂമ്പാരം കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇതിനെതിരെ ശക്തമായ നടപടികളാണ് ആവശ്യം.